നമസ്കാരം. മനഃശാസ്ത്രജ്ഞന്മാർ, സൈക്കോളജിസ്റ്റുകൾ കേരളത്തിൽ ഒരുപാട് പേരുണ്ട്. പക്ഷേ നമുക്ക് മാത്യു വെല്ലൂരിനെ പോലെ, PM മാത്യു വെല്ലൂരിനെ പോലെ, ഡോക്ടർ KS ഡേവിഡിനെ പോലെ നോട്ടബിളായ കുറേ ആൾക്കാരുണ്ടായിരുന്നു, സൈക്കാട്രിസ്റ്റുകൾ. അവർ മനഃശാസ്ത്രം വാരിക അടക്കമുള്ള ഒരുപാട് പ്രസിദ്ധീകരണങ്ങളിൽ എഴുതിയിരുന്നത് ഞാൻ കുട്ടിക്കാലം മുതൽ വായിക്കുമായിരുന്നു. ബോംബെയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്നും മാനസിക ആരോഗ്യ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദങ്ങൾ നേടിയ ആളായിരുന്നു ഡോക്ടർ KS ഡേവിഡ്. അദ്ദേഹം കേരള ശബ്ദത്തിലൊക്കെ സ്ഥിരമായി എഴുതുമായിരുന്നു. താന മെൻ്റൽ ഹോസ്പിറ്റല്, ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്ക്, വാടിയയിലുള്ള ഹോസ്പിറ്റൽ, ബോംബെയിലുള്ള വാടിയയിലുള്ള ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ അദ്ദേഹം പരിശീലനം നേടി. ഇദ്ദേഹം കൊച്ചി സിറ്റി ആശുപത്രിയിൽ സൈക്കോ തെറാപ്പിസ്റ്റായി ജോലി ചെയ്തിട്ടുണ്ട്. നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിലൊന്നാണ് മാനസിക വിദഗ്ധൻ്റെ ഡയറി കുറിപ്പുകൾ. 35 വർഷം മുമ്പ് കറണ്ട് ബുക്സ് ഇറക്കിയ ഈ പുസ്തകത്തിൽ 27 ചാപ്റ്ററുകളിലായി വിചിത്രമായ മാനസിക രോഗങ്ങളെപ്പറ്റി രസകരമായി ഡോക്ടർ ഡേവിഡ് എഴുതിയിട്ടുണ്ട്. അതിലൊരു ചാപ്റ്ററാണ് സങ്കല്പരതി എന്നാണ് അതിൻ്റെ ഹെഡിങ്. അടിയന്തരാവസ്ഥ കാലത്ത് 75 തൻ്റെ ഓഫീസിൽ സുഹൃത്തായ ഒരു പോലീസ് ഓഫീസർ ഡോക്ടർ KS ഡേവിഡിനെ കാണാനായിട്ട് ഒരു ദിവസം വന്നു. സുഹൃത്താണെങ്കിലും ഡോക്ടർ ഒന്ന് ഞെട്ടി. കാരണം തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത കാലമാണല്ലോ അടിയന്തരാവസ്ഥ. ചിരിച്ചുകൊണ്ട് ആ പോലീസ് ഓഫീസർ ഡോക്ടർ ഡേവിഡിനോട് പറഞ്ഞു, ഇപ്പം ഞാൻ വന്നത് ഒരു സഹായം ചോദിച്ചാണ്. എന്നെ ഇതിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കണം. ഏതിൽ നിന്നെന്ന് അദ്ദേഹം ആമുഖമായിട്ട് പറഞ്ഞില്ല. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാനൊരു സ്ത്രീയെയും കൂട്ടിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അവരുടെ പ്രശ്നം തീർക്കേണ്ടത് പോലീസുകാരല്ല, നിങ്ങളാണെന്ന് എനിക്ക് തോന്നി. 35 വയസ്സുള്ള ഒരു മാർഗരറ്റ് എന്ന് പറഞ്ഞ ഒരു മാർഗരറ്റ് എന്ന് പറഞ്ഞ സ്ത്രീ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമായിരുന്നു. അടുത്ത വീട്ടിൽ താമസിക്കുന്ന ഫെർണാണ്ടസ് അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു ആദ്യത്തെ പരാതി. അവരെ അയാൾ ബലാത്സംഗം ചെയ്യുമോ എന്ന് വരെ മാർഗരറ്റ് സംശയിച്ചു. ഇതാണ് പരാതി. കേസെടുത്തു. ഫെർണാണ്ടസിനെ പറ്റി തിരക്കി. സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത വകുപ്പ് അധ്യക്ഷനായിരുന്നു 65 വയസ്സ് കഴിഞ്ഞ ഫെർണാണ്ടസ്. മൂത്ത മകൻ ഡോക്ടറാണ്. അടുത്തുള്ള എറണാകുളത്തുള്ള ഏതൊരു ആശുപത്രി ജോലി ചെയ്യുന്നു. കൂടുതൽ അന്വേഷണത്തിൽ മാർഗരറ്റ് പറയുന്ന പരാതി കണക്കിലെടുക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ മേൽ നടപടികൾ സ്വീകരിച്ചില്ല. അത് വിശ്വാസയോഗ്യമായിരുന്നില്ല. ഒരാഴ്ച കഴിയുമ്പോൾ ഈ പോലീസ് ഓഫീസറെ മാർഗരറ്റ് വീണ്ടും സ്റ്റേഷനിൽ വന്ന് കണ്ടു. രാവിലെ പള്ളിയിൽ പോയി മടങ്ങുമ്പോൾ 3-4 തെമ്മാടികൾ വഴിയിലിട്ട് അവരെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് പുതിയ പരാതി. പോലീസ് അന്വേഷിച്ചു. സംശയത്തിൻ്റെ സാധ്യതകൾ പോലും ഇല്ലാത്തതായിരുന്നു പരാതി. എന്തായാലും 2 പരാതികൾ വന്നതിനാൽ മാർഗരറ്റിനെ കുറിച്ച് പോലീസ് അന്വേഷിച്ചു. അടങ്ങി ഒതുങ്ങി കഴിയുന്ന കുലീനയായ ഒരു വീട്ടമ്മ എന്ന അഭിപ്രായമായിരുന്നു മാർഗരറ്റിനെ കുറിച്ച് ചോദിച്ച എല്ലാവരും പറഞ്ഞത്. വളരെ കുലീനയായ സ്ത്രീയാണ്. വീണ്ടും മാർഗരറ്റ് പുതിയ പരാതിയുമായി വന്നു. രാത്രി അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത ഒരാൾ അവരുടെ ബെഡ്റൂമിൽ കടന്നു ചെന്ന് അവരുടെ എതിർപ്പ് വകവയ്ക്കാതെ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇതാണ് പുതിയ പരാതി. അവർ വാതിലടച്ച് പൂട്ടിയാണ് കിടന്നത്. അടച്ചു കിടക്കുന്ന ഒരു മുറിയിൽ പുറത്തു നിന്ന് ഒരാൾ കയറാനുള്ള സാധ്യതയെക്കുറിച്ച് പോലീസ് ഓഫീസർ ചോദിച്ചു. പുറത്തു നിന്ന് മതിൽ ചാടി കടന്നാൽ വാട്ടർ പൈപ്പ് വഴി സൺസൈഡിൽ കയറി ജനാല വഴി അകത്ത് കയറാം എന്നാണ് അവർ പറഞ്ഞത്. പോലീസ് മാർഗരറ്റിൻ്റെ വീട്ടിൽ ചെന്നു. അവർ പറഞ്ഞ പോലെ വേണമെങ്കിൽ കിടപ്പുമുറിയിലെത്താം. പക്ഷേ സാധ്യത കുറവാണ്. കാരണം വീട്ടിലെ സാഹചര്യങ്ങൾ അതിക്രമിച്ച് കടന്ന ഒരു ലക്ഷണങ്ങളും കാണിക്കുന്നില്ല. ബലാത്സംഗം എതിർത്തിരുന്നുവെങ്കിൽ അടയ്ക്കാത്ത വാതിലിനപ്പുറത്ത് ഇവർക്ക് കൂട്ടുകിടന്നിരുന്ന ജോലിക്കാരി അറിയും, ഉറപ്പായിട്ടറിയും ഇവരെതിർത്തിരുന്നെങ്കിൽ. അത്തരം ഒരു സംഭവം നടന്നതായി ജോലിക്കാരിക്ക് അറിയേയില്ല. ബെഡ്റൂം മനോഹരമായി അലങ്കരിച്ചിട്ടിരിക്കുന്നു. ബെഡ്ഷീറ്റിന് ഒരു ചുളിവ് പോലും പറ്റിയിട്ടുമില്ല. ഭംഗിയായി അടുക്കി വെച്ച പുസ്തകങ്ങൾ ഷെൽഫിൽ മനോഹരമായി വച്ചിരിക്കുന്നു. വായനയിൽ താല്പര്യമുള്ള ഈ പോലീസ് ഓഫീസർ, അന്വേഷിക്കാൻ ചെന്ന പോലീസ് ഓഫീസർ ഒരു പുസ്തകം കയ്യിലെടുത്ത് മറിച്ചു. സ്തംഭിച്ചു പോയി ആ പോലീസ് ഓഫീസർ. ആ പുസ്തകം മുഴുവൻ ലൈംഗിക ചിത്രങ്ങൾ വെട്ടി ഒട്ടിച്ചു വച്ചിരിക്കുന്നതായിരുന്നു. ആ ഷെൽഫിലെ മിക്കവാറും എല്ലാ ബുക്കുകളും ഇത്തരത്തിലുള്ളതാണ്. ലൈംഗിക ബന്ധങ്ങളുടെ
ലൈംഗിക വൈകൃതങ്ങളുടെ ചിത്രങ്ങളാണ് ആ ബുക്കുകളിൽ മുഴുവൻ ഒട്ടിച്ചു വച്ചിരിക്കുന്നത്. ഇത് പോലീസല്ല, നല്ലൊരു സൈക്കോളജിസ്റ്റാണ് അന്വേഷിക്കേണ്ടതെന്ന് ആ ബുദ്ധിയുള്ള പോലീസ് ഓഫീസർക്ക് തോന്നി. അതാണ് മിസ്സിസ് മാർഗരറ്റുമായി ഡോക്ടർ ഡേവിഡിനെ കാണാൻ വന്നത്. മാർഗരറ്റുമായി KS ഡേവിഡ് സംസാരിച്ചു. അവർ നടന്ന സംഭവങ്ങളാണ് എന്നതിൽ ഉറച്ചു നിന്നു. നെഞ്ചിലുണ്ടായ നഖക്ഷതം തെളിവായി അവർ കാണിച്ചു. നിരന്തരം കൗൺസിലിങ്ങിലൂടെ ഡോക്ടർ രോഗകാരണം കണ്ടെത്തി. പ്രേമിച്ച് വിവാഹിതയായ ആളാണ് മാർഗരറ്റ്. 2 വർഷം മാത്രമേ നന്നായി ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ. കുട്ടികളൊന്നും ഉണ്ടായില്ല. ഭർത്താവ് വില്യംസ് 2 വർഷം കഴിഞ്ഞാൽ മരിച്ചുപോയി. വില്യംസിൻ്റെ മരണശേഷം അവിവാഹിതയായി ജീവിക്കാൻ മാർഗരറ്റ് നിശ്ചയിച്ചു. ഇനിയൊരു വിവാഹം വേണ്ട എന്നവർ തീരുമാനിച്ചു. പക്ഷേ യൗവനം മാർഗരറ്റിൽ ആസക്തി വളർത്തിക്കൊണ്ടിരുന്നു. ഏകാന്തമായ രാവുകളിൽ വികാരം കൊണ്ട് വീർപ്പ് മുട്ടിയ മാർഗരറ്റ് കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് വില്യംസ് 2 വർഷക്കാലം തനിക്ക് തന്നതൊക്കെ ഓർമ്മകളിൽ നിന്നെടുത്ത് താലോലിച്ചുകൊണ്ട് അവിവാഹിതയായി ഇരിക്കാനുള്ള തീരുമാനം കൂടുതൽ ശക്തമാക്കി. ആസക്തി അനിയന്ത്രിതമായപ്പോൾ ലൈംഗിക ഗ്രന്ഥങ്ങൾ തൻ്റെ പ്രശ്നത്തിന് പരിഹാരമായി മാർഗരറ്റ് സ്വീകരിച്ചു. ലൈംഗിക നോവലുകൾ വായിക്കാനും ചിത്രങ്ങൾ കാണാനും തുടങ്ങി. വികാരം ശമിക്കുന്നതിന് പകരം പതഞ്ഞ് ഉയരുകയാണെന്ന് അവർക്ക് മനസ്സിലായില്ല. ലൈംഗിക ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിലും ശേഖരിക്കുന്നതിലും ഭ്രാന്തമായ ആവേശം കാണിച്ച മാർഗരറ്റ് ഇതെല്ലാം രഹസ്യമായി നടത്തിയിരുന്നതിനാൽ ശാലീനയായ വീട്ടമ്മയായേ പുറത്തുള്ളവർക്ക് അറിയാമായിരുന്നുള്ളൂ. വായിക്കുന്ന പുസ്തകങ്ങളിലെ ലൈംഗിക സന്ദർഭങ്ങൾ തൻ്റേതായവർ ക്രമേണ കാണാൻ തുടങ്ങി. ഒരുത്തം അതിലൂടെ വരുന്നു, ഷൻസ് അടിച്ചാടി കയറുന്നു, പൈപ്പിലൂടെ തൂങ്ങി മോളിൽ പോകുന്നു, അതിലേക്കൂടെ ബെഡ്റൂമിൽ കയറുന്നു, എന്നെ ബലാത്സംഗം ചെയ്യുന്നു എന്നൊക്കെ ഈ പുസ്തകത്തിൽ എന്ത് വായിക്കും അതെല്ലാം അവരുടെ ജീവിതത്തിൽ നടന്നതായിട്ട് അവർ കണ്ടെത്താൻ തുടങ്ങി. താൻ താമസിക്കുന്ന മുറിയിൽ പലരും വരുന്നതായും തന്നോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതുമൊക്കെ സ്വയം ഭാവനയിൽ കണ്ട് അവർ സംതൃപ്തി അടഞ്ഞു. പക്ഷേ ഇവിടെ പറ്റിയ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരം സ്വപ്നങ്ങൾ നൽകുന്ന ലൈംഗിക സുഖം കിട്ടിക്കഴിയുമ്പോൾ മാർഗരറ്റിൻ്റെ മനസ്സിൽ മറ്റൊരു പ്രശ്നം ഉണർന്നെണീക്കും. താൻ തൻ്റെ മരിച്ചുപോയ ഭർത്താവിനോട് തെറ്റ് ചെയ്യുകയാണ് എന്ന കുറ്റബോധം അവരെ വേട്ടയാടി. എന്നാൽ മനസ്സിന് സുഖം കിട്ടുന്ന ലൈംഗിക ചിന്തകൾ കളയാനും വയ്യ. ഇത് മാർഗരറ്റിൻ്റെ മനസ്സിനെ സങ്കീർണമാക്കി. സ്വപ്നത്തിൽ ലൈംഗിക ബന്ധത്തെ ആസ്വദിച്ച് കണ്ടു കഴിഞ്ഞ ശേഷം മനസ്സിൽ വല്ലാത്ത കുറ്റബോധം വേട്ടയാടും. നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കും. നിരന്തരമായ കൗൺസിലിങ്ങിലൂടെ മാർഗരറ്റിൻ്റെ അസുഖം മാറി. ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരുന്ന് വീണ്ടും വേണ്ടാത്ത ചിന്തകളിൽ ചെന്ന് ചാടാതെ ഒരു ജോലി സമ്പാദിച്ച് നന്നായി ജീവിക്കാൻ ഉപദേശിച്ച് അത് സമ്മതിച്ചാണ് മാർഗരറ്റ് KS ഡേവിഡിൻ്റെ അടുത്തു നിന്ന് പോയത്. മനുഷ്യ മനസ്സ് വ്യത്യസ്തമാണ്. ചിന്തിക്കാൻ കഴിയാത്ത തലങ്ങളിലൂടെ മനസ്സ് യാത്രയാകും. സ്വയം മനസ്സിലാക്കാനായില്ലെങ്കിൽ വിദഗ്ധരുടെ അഭിപ്രായം നേടണം. ഇല്ലേൽ പോക്ക് കേസാവും എന്നാണ് ഡോക്ടർ ഡേവിഡിൻ്റെ ഈ കഥയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. നമസ്കാരം. ഞാൻ ഡോക്ടർ KS ഡേവിഡിൻ്റെ സ്റ്റോറികളിൽ നിന്ന് ഒരു കഥ എന്തിനു പറഞ്ഞു എന്നായിരിക്കും നിങ്ങളൊക്കെ ആലോചിച്ചത്. ഞാൻ ഇതിൽ പറയുന്ന പ്രധാന കഥാപാത്രം ഡോക്ടർ ഡേവിഡ് പറയും പോലെ മനുഷ്യ മനസ്സ് വ്യത്യസ്തമാണ്. ചിന്തിക്കാൻ കഴിയാത്ത തലങ്ങളിലൂടെ മനസ്സ് യാത്രയാകും. സ്വയം മനസ്സിലാക്കാനായില്ലെങ്കിൽ വിദഗ്ധരുടെ അഭിപ്രായം തേടണമെന്ന് നമ്മൾ ഇന്ന് പറയുന്ന കഥയിലെ നായകനായ സംവിധായകൻ സനൽകുമാർ ശശിധരനോട് സ്നേഹപൂർവ്വം ഞാൻ പറയുന്നു. 48 വയസ്സുകാരനാണ് സനൽകുമാർ ശശിധരൻ. സനൽകുമാർ ശശിധരനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട മുമ്പൊരു എപ്പിസോഡ് ഞാൻ ചെയ്തതാണ്. കൂടെ പഠിച്ച ശ്രീജ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. ചങ്ങനാശ്ശേരിക്കാരി, ചെങ്ങന്നൂരുകാരിയെ. നല്ല 2 ആൺകുട്ടികളായി. മൂത്ത മോനിപ്പോൾ +2 എന്തോ പഠിക്കുകയാണ്. ജന്തുശാസ്ത്രത്തിലും നിയമത്തിലും പഠനം. വക്കീൽ പഠനത്തിനിടയിലാണ് കൂടെ പഠിച്ച ശ്രീജയെ പ്രണയിച്ചതും വിവാഹം കഴിച്ചതും. വക്കീൽ കുപ്പായം ഇട്ട് കോടതിയിൽ പോയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഷീജയോട് ചോദിച്ചിട്ടില്ല. ഷീജ എനിക്ക് പരിചയമുണ്ട്. ഷീജ വക്കീലാണ്. എവിടെയോ വച്ച് ഇരുവരും മാനസികമായി അകന്നു. വിവാഹബന്ധം വേർപെടുത്തി. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് തന്നെ. കേസും വഴക്കൊന്നും ഉണ്ടായില്ല. ഒന്ന് പിരിഞ്ഞു തന്നാൽ മതി എന്ന് ഷീജയ്ക്ക് പറയേണ്ടി വരുന്ന ഒരവസ്ഥയിലെത്തി. ഷീജ ഇപ്പോൾ വേറെ വിവാഹം കഴിച്ചു. മക്കളുമായി സുഖമായിട്ട് പുതിയ ഭർത്താവുമായിട്ട് നന്നായിട്ട് ജീവിക്കുന്നു. സുന്ദരിയായ, നല്ലവണ്ണം പെരുമാറാൻ അറിയാവുന്ന
നല്ല ഹ്യൂമർ സെൻസുള്ള ആളാണ് ഷീജ. സനൽകുമാർ ശശിധരൻ എന്ന് തന്നെ പറയാം. കാഴ്ച എന്നൊരു ഫിലിം സൊസൈറ്റി കൂട്ടുകാരുമായി ചേർന്നുണ്ടാക്കി. ജോൺ അബ്രഹാമിൻ്റെ ഒഡേസ പോലെ ആൾക്കാരിൽ നിന്നും കാശ് പിരിച്ച് ഹ്രസ്വ സിനിമകളും ഒരു ഫീച്ചർ സിനിമയും എടുത്തു ഈ കാഴ്ച. ഒരാൾ പൊക്കം എന്ന ആദ്യ ചിത്രം തന്നെ സർക്കാരിൻ്റെ അവാർഡ് സനൽകുമാറിന് നേടിക്കൊടുത്തു 2014. പിറ്റേ വർഷം 2015 ഒഴിവു ദിവസത്തെ കളി എന്ന് പറഞ്ഞ് ഒരു സിനിമ ചെയ്തു. അതിന് സർക്കാരിൻ്റെ മികച്ച ചിത്രത്തിനുള്ള അവാർഡും സനൽകുമാർ നേടിയെടുത്തു. 2017 സെക്സി ദുർഗ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അത് ടൈറ്റിൽ തന്നെ വിവാദം ഉണ്ടാക്കിയതായിരുന്നു, സെക്സി ദുർഗ. നെതർലൻഡിലെ റോട്ടർഡാം ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രമായി സെക്സി ദുർഗ തിരഞ്ഞെടുത്തതോടുകൂടി സനൽ ഒരു നോട്ടബിൾ സംവിധായകനായി മാറി. പിന്നാലെ ചെയ്ത ചിത്രം ചോല 2019. ജോജു ജോർജായിരുന്നു നായകൻ, നിർമ്മാതാവും ജോജു ആയിരുന്നു. തിരുവനന്തപുരത്ത് വന്ന് അടി തരും എന്ന് ജോജുവിനെ കൊണ്ട് പറയിപ്പിച്ചു സനൽകുമാർ ശശിധരൻ എന്ന് പറഞ്ഞാൽ, പടം നിർമ്മിച്ച് നായകനായി അഭിനയിച്ച ജോജു പറയുകയാണ്, ഞാൻ തിരുവനന്തപുരത്തൊന്നും നിനക്ക് ഞാൻ അടി തരും എന്ന് പറയിപ്പിക്കുന്ന അവസ്ഥയിലെത്തിച്ചു ചോലയെ. 2020 മഞ്ജു വാര്യർ നിർമ്മിച്ച് മഞ്ജു വാര്യർ നായികയായി അഭിനയിച്ച കയറ്റം എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. പക്ഷേ ഇതുവരെയും തിയേറ്ററിലെത്തിയിട്ടില്ല. 2021 ടൊവിനോയെ നായകനാക്കി വഴക്ക് എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അത് ടൊവിനോ തന്നെ നിർമ്മിക്കുകയും ചെയ്തു. പക്ഷേ ടൊവിനോയായിട്ടും തെറ്റി. അപ്പോൾ ചോല, കയറ്റം, എന്താ പറയുക, വഴക്ക്, 3 സിനിമയും തിയേറ്ററിലെത്തിയില്ല. 3 സിനിമയുടെയും നിർമ്മാതാക്കൾ അല്ലെങ്കിൽ പ്രധാന വേഷം ചെയ്ത ആളുകളുമായിട്ട് സനൽകുമാർ ശശിധരൻ തെറ്റി. ഇപ്പോഴത്തെ പ്രശ്നം സനൽകുമാർ ശശിധരൻ വിവാദങ്ങളിലും അറസ്റ്റിലും കേസിലും വഴക്കിലും ഒക്കെയാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കാപ്പാത്തുങ്കോന്ന് കരുണാനിധി മദ്രാസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ വിളിച്ചതുപോലെ പാറശാലയുടെ ഒരു അമ്പലത്തിൽ സഹോദരിയുമായിട്ട് നിൽക്കുമ്പോൾ 4-5 എന്താ പറയുക പോലീസുകാർ മഫ്റ്റിയിൽ ചെന്നിട്ട് പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയും കാറിൽ നിന്നിറങ്ങാതെ ഫേസ്ബുക്കിലൂടെ ലൈവ് ചെയ്ത് എന്നെ ഇതാ പിടിച്ചോണ്ട് പോണേ കൊല്ലണേ എന്നൊക്കെ കിടന്ന് സനൽകുമാർ വിളിച്ചത് നിങ്ങൾക്ക് അറിയാം. എന്നെ കുറച്ച് ആളുകൾ വന്ന് പിടിച്ചോണ്ട് പോവാണ്, എന്റെ മൊബൈൽ പിടിച്ചു വായിക്കാൻ പോവാണ്, എന്നെ കുറെ ആളുകൾ വന്ന് പിടിച്ചോണ്ട് പോവാണ്. എന്നെ ഇവിടെ കുറച്ച് പേര് വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഉപദ്രവിച്ചോ? എന്നെ ഉപദ്രവിച്ചു. കണ്ടല്ലോ. ഇപ്പോൾ സനൽകുമാർ ശശിധരൻ അമേരിക്കയിലാണ്. സനൽകുമാറിൻ്റെ ജാമ്യം റദ്ദാക്കണം എന്നാണ് പോലീസിൻ്റെ പുതിയ നിലപാട്. സ്റ്റേഷൻ ജാമ്യം തരാമെന്ന് പറഞ്ഞിട്ട് അത് വേണ്ട, കോടതിയിൽ നിന്നും മതി ജാമ്യം എന്ന് വാശി പിടിച്ച് കോടതിയിൽ നിന്നും ജാമ്യം എടുത്ത ആളാണ് സനൽകുമാർ ശശിധരൻ. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു എന്നതാണ് പുതിയ നിലപാട് പോലീസിൻ്റെ. സനൽകുമാറിൻ്റെ വിദേശയാത്രയും വിശദാംശങ്ങളും ആവശ്യപ്പെട്ട് പോലീസ് ഇമിഗ്രേഷൻ വിഭാഗത്തിന് കത്ത് നൽകി കഴിഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ സനൽകുമാർ ഫേസ്ബുക്കിലൂടെ പറയുന്നു അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് അമേരിക്ക ഇരുന്നുകൊണ്ട് പറയുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു എന്ന് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ നൽകിയ പുതിയ പരാതിയിലാണ് ലുക്കൗട്ട് നോട്ടീസ് കൊച്ചി സിറ്റി പോലീസ് ഇറക്കിയത്. ഒരു ലുക്കൗട്ട് നോട്ടീസും ഒരു പോലീസും ഇറക്കിയിട്ടില്ല. കള്ളമാണ് മാധ്യമങ്ങൾ പറയുന്നതെന്നാണ് സനൽകുമാർ പറയുന്നത്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം 78 IT ആക്ട് 67 എന്നിവയാണ് എളമക്കര പോലീസ് ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ. IT ആക്ട് 67A ആയിട്ടാണെങ്കിൽ ജാമ്യമില്ലാ വകുപ്പാണ്. ലേഡി സൂപ്പർ സ്റ്റാറിൻ്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയെന്ന് പറയുന്നു. പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് നടി. 2022 ഇതേ നടിയുടെ പരാതിയിലാണ് തിരുവനന്തപുരത്ത് നിന്നും സനൽകുമാർ ശശിധരനെ പിടിച്ചുകൊണ്ട് പോയി കേസെടുത്തത് പോലീസ്. ഈ കേസ് നിലനിൽക്കെ സമാനമായ രീതിയിൽ വീണ്ടും സനൽകുമാറിൻ്റെ ശല്യം തുടർന്നതിനാലാണ് പുതിയ പരാതി നൽകിയിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കും വിധമുള്ള സനൽകുമാറിൻ്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ തനിക്ക് മാനഹാനി ഉണ്ടായി എന്നാണ് പുതിയ പരാതി. നടിയെ മാത്രമല്ല, നടിയുടെ മാന്യമായി ജീവിക്കുന്ന, അണ്ടർലൈൻഡ് കേക്ക് മാന്യമായി ജീവിക്കുന്ന മകളെ കൂടി ഇത്തവണ സനൽകുമാർ ശശിധരൻ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചു. ഇപ്പോൾ 5 വർഷമായി. 2019 ഷൂട്ട് ചെയ്യുന്നത്. ഷൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ആ സിനിമ ഇതുവരെയും റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു പ്ലാറ്റ്ഫോമിലും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതേപറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് ഞാൻ മഞ്ജു വാര്യരുമായിട്ട് സംസാരിക്കുന്നത്, ഇപ്പോൾ കാണാൻ ശ്രമിക്കുന്നതൊക്കെ. ആ സമയത്താണ് അവര് തടവിലാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണ്
ഞാൻ ആദ്യമായിട്ട് മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണ് എന്ന് പോസ്റ്റ് ഇടുന്നതും അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇപ്പോ ഏതാണ്ട് 2 വർഷമായിട്ട് ഞങ്ങൾ നിരന്തരം ഫോണിൽ സംസാരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ശബ്ദരേഖ ഞാനും അവരുമായിട്ട് സംസാരിച്ചതിന്റെ ഫോൺ കോൺവെർസേഷൻ ഇപ്പോൾ ഇന്റർനെറ്റിലുണ്ട്. ആ ഫോൺ കോൺവെർസേഷൻ വന്നതിന് ശേഷം ഇതുവരെയും മഞ്ജു വാര്യരുമായിട്ട് സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ പ്രധാനമായിട്ടും ഞാൻ ആ ഫോൺ കോൺവെർസേഷനിൽ സംസാരിച്ച 2 കാര്യങ്ങൾ, ഒന്ന് എന്റെ കേസ്, എനിക്കെതിരെയുള്ള കള്ളക്കേസ് പിൻവലിക്കണം എന്നായിരുന്നു. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ആ സിനിമ റിലീസ് ചെയ്യണമെന്നാണ്. അപ്പോൾ ഇത് രണ്ടും പറ്റില്ല എന്നാണ് പറഞ്ഞത്. കാരണം അത് രണ്ടും തന്റെ കൺട്രോളിലല്ല എന്നാണ് പറഞ്ഞത്. അതേപറ്റി ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവൻ അപകടത്തിലാണ്, അവരുടെ മാത്രമല്ല അവരുടെ മകളുടെയും ജീവൻ അപകടത്തിലാണ് എന്നാണ് മഞ്ജു വാര്യർ ആ ഫോൺ കോൺവെർസേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ലേഡി സൂപ്പർ സ്റ്റാറിൻ്റേത് എന്ന് പറഞ്ഞ് ഏതോ ഒരു സ്ത്രീയുടെ ഫോൺ സംസാരം സൽകുമാർ ശശിധരൻ പുറത്തുവിട്ടു എന്ന് പറയുന്നു. പക്ഷേ സൽകുമാർ ഉറച്ചു നിൽക്കുന്നു അത് ലേഡി സൂപ്പർ സ്റ്റാറിൻ്റെ തന്നെയാണ് എന്ന് സൽകുമാർ പറയുന്നു. എംബസി വഴി സനലിനെതിരെ നടപടികൾക്ക് നീക്കങ്ങൾ തുടങ്ങി. ഒരു കേസ് നിലനിൽക്കെ അതേ കുറ്റം പരാതിക്കാരിക്ക് എതിരെ മറ്റൊരു രാജ്യത്തിരുന്നു കൊണ്ട് ചെയ്യുന്നതിനാൽ സീപോർട്ട് ചെയ്ത് ഇന്ത്യയിൽ എത്തിക്കാനാകും. അതിനുള്ള വഴിയാണ് പോലീസ് നോക്കുന്നത് എന്ന് പറയുന്നു. സനൽകുമാറിനെ താമസിപ്പിച്ചവർക്കും വിസ വാങ്ങി നൽകിയവർക്കും പാര വരാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. തനിക്ക് സംസാരിക്കാൻ നടിയെ ഫോണിലോ നേരിട്ടോ കിട്ടാത്തത് നടിയുടെ ജീവൻ അപകടത്തിലായതിനാലാണ് എന്ന വിചിത്രമായ കാര്യമാണ് പൊതുസമൂഹത്തോട് എന്ന് പറഞ്ഞ് സൽകുമാർ പോസ്റ്റ് ചെയ്യുന്നത്. നടിയെ നേരിട്ട് സംസാരിക്കാൻ എനിക്ക് കിട്ടുന്നില്ല. എൻ്റെ സിനിമയുടെ നിർമ്മാതാവും നായികയുമായ നടി എന്നോടൊപ്പം എനിക്ക് സംസാരിക്കണം അവരോട്, പക്ഷേ അവരെ നേരിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് അധിക്ഷേപങ്ങൾ ചൊരിയുന്ന പോസ്റ്റ് ഇടുന്നത്. നടിയല്ല ഈ കേസ് കൊടുത്തതെന്നും നടിയുടെ കള്ളവൊപ്പാണെന്നും രണ്ട് തരത്തിലുള്ള കയ്യക്ഷരമാണെന്നും എന്തൊക്കെയോ പറഞ്ഞ് സൽകുമാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. നടിയുടെ അറിവോടെയല്ല കേസ് നൽകിയിരിക്കുന്നതെന്നും ഉറപ്പിച്ച് പറയുന്നു സൽകുമാർ. 3 വർഷങ്ങൾക്ക് മുമ്പ് ഇളമക്കര സ്റ്റേഷനിൽ കൊടുത്ത കേസും നീ അറിയാതെ നിന്നെ അപകടപ്പെടുത്തുവാൻ പിന്നാലെ നടക്കുന്നവർ കൊടുത്ത കേസാണെന്ന് എനിക്കറിയാമെന്നും ഇപ്പം സൽകുമാർ പറയുന്നു. ആ കേസ് ആദ്യം കൊടുത്ത ഇളമക്കരി കൊടുത്ത കേസ് നീ കൊടുത്തതല്ല. ഇപ്പം നിന്നെ അപകടപ്പെടുത്താൻ നടക്കുന്നവരാണ് നിന്നെപ്പറ്റി വീണ്ടും രണ്ടാമതൊരു കേസ് എൻ്റെ പേരിൽ കൊടുത്തിരിക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എൻ്റെ മോളും നിൻ്റെ മോളും, എൻ്റെ മോളല്ലല്ലോ, നിൻ്റെ മോളും അപകടത്തിലാണ് എന്നാണ് സനലിൻ്റെ പുതിയ കണ്ടുപിടുത്തം. ആ കുട്ടി മര്യാദയ്ക്ക് അച്ഛനോടൊപ്പം ജീവിക്കുകയും അമൃത മെഡിക്കൽ കോളേജിൽ നന്നായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന, ഒരു ശല്യവുമില്ലാതെ ജീവിക്കുന്നൊരു കുട്ടിയാണ്. എന്തിനാണ് ഇയാൾ ആ കുട്ടിയെ കൂടെ ഇതിൽ പെടുത്തുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിൻ്റെ ജീവനിലുള്ള ആശങ്ക പൊതുസമൂഹത്തോട് വിളിച്ചു പറയും മുമ്പ് ഞാൻ നിന്നെയും നിൻ്റെ ബന്ധുക്കളെയും വിളിച്ചു പറഞ്ഞില്ലേ എന്നാണ് സൽകുമാർ ചോദിക്കുന്നത്. അവിടെയാണ് ഒരു ദുരൂഹത വരുന്നത്. അയാൾ അടിച്ചു പറയുന്നു, ഞാൻ ലേഡി സൂപ്പർ സ്റ്റാറിനോട്, ഞാൻ പ്രണയിക്കുന്ന ലേഡി സൂപ്പർ സ്റ്റാറിനോട് സംസാരിച്ചു, ബന്ധുക്കളോട് സംസാരിച്ചു എന്ന് പറയുന്നു. ബന്ധുക്കളെന്ന് പറയുമ്പോൾ ഇനി അവരുടെ സഹോദരനോടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് സഹോദരനായിട്ട് നല്ല ബന്ധമായിരുന്നു, പക്ഷേ ഞാൻ ഇപ്പോൾ വിളിക്കാറില്ല, എന്നെയും വിളിക്കാറില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? ഈ പറയുന്ന ലേഡി സൂപ്പർ സ്റ്റാറിനേക്കാളും പ്രായം കുറഞ്ഞൊരു വാവളന്താൻ ചെറുക്കമുണ്ടല്ലോ എറണാകുളത്ത്. എല്ലാ സിനിമയിലും കയറി പടം കണ്ട് 5 മിനിറ്റ് കഴിയുമ്പം തല്ലിപ്പൊളി പടമൊന്ന് ബൈറ്റ് കൊടുക്കുന്ന ചെറുക്കൻ. ഈ ചെറുക്കൻ ഈ ലേഡി സൂപ്പർ സ്റ്റാറിൻ്റെ അച്ഛനെ ഒരു ദിവസം വിളിച്ചിട്ട് പറയാണ്, എനിക്ക് ചേച്ചിയെ കല്യാണം കഴിച്ച് തരണമെന്ന്. ആടി കൊടുക്കണ്ടേ? ഈ പറഞ്ഞ സഹോദരൻ്റെ സ്ഥാനത്ത് ഞാനായിട്ടാണെങ്കിൽ ഇവനെ ഇടിച്ച് പഞ്ചറായി കളഞ്ഞനെ. ആ തൊണ്ടമ്പളവിൽ ഇരിക്കുന്ന ആ മൂക്കിനെ ഇടിച്ച് പരത്തിയനെ ഞാൻ. അപ്പോൾ അച്ഛനൊരു സാധുവായ മനുഷ്യനായതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞു, ഇനിയുള്ള കാലം എൻ്റെ മകള് സ്വസ്ഥമായിട്ട് ഒറ്റയ്ക്ക് കഴിയാനാണ് തീരുമാനം. അല്ലാതെ പ്രായത്തിൽ ഇളവുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ വാവളന്താനായ ജോലിയൊന്നും ചെയ്യാതെ രാവിലെ മുതൽ ഇങ്ങനെ സിനിമാ തിയേറ്ററിൽ വന്നിരുന്ന് ബൈറ്റ് കൊടുക്കുന്ന നിന്നോടൊപ്പം അയക്കില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അവൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കണം, ഇനിയുള്ള കാലം അവൾ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്ന് പറയുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ശല്യപ്പെടുത്തരുത് എന്നാണ് ആ അച്ഛൻ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇവന് നല്ല അടിയിൽ കുറവാണ് എന്നാണ് പറയേണ്ടത്. ആ ലെവലിലേക്കാണ് ഇപ്പോൾ സനൽകുമാർ ശശിധരൻ എത്തുന്നത് എന്ന് പറയാം. നിൻ്റെ മോളും അപകടത്തിലാണ് എന്നാണ് സനൽകുമാറിൻ്റെ പുതിയ കണ്ടുപിടുത്തം. നിൻ്റെ ജീവനിലുള്ള ആശങ്ക പൊതുസമൂഹത്തോട് വിളിച്ചു പറയും മുമ്പ് ഞാൻ നിന്നെയും നിൻ്റെ ബന്ധുക്കളെയും വിളിച്ചു പറഞ്ഞില്ലേ എന്നാണ് അയാൾ ന്യായീകരിക്കുന്നത്. നീയുമായി സംസാരിക്കാൻ
അനുവദിക്കാതിരിക്കുന്ന സാഹചര്യത്തിലും നീ തന്നെ പറഞ്ഞറിഞ്ഞ ഭീതിപ്പെടുത്തുന്ന ജീവിതാവസ്ഥയുടെ അലോസരത്തിലുമാണ് ഞാനത് നമ്മുടെ സംഭാഷണത്തിൻ്റെ ശബ്ദരേഖയും കൂടി പിൻബലത്തിൽ പൊതുസമൂഹത്തിൽ പങ്കുവച്ചതെന്നും ഒക്കെ സൽകുമാർ ശശിധരൻ തൻ്റെ ചെയ്തികളെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നു. നമ്മളും സംസാരിച്ചപ്പോൾ നീ എന്തെല്ലാം എന്നോട് പറഞ്ഞു, നിൻ്റെ ജീവനാപകടത്തിലാണ്, നിൻ്റെ മോളുടെ ജീവനാപകടത്തിലാണ്, ഞാൻ ഭീതിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ നീ പറഞ്ഞതുകൊണ്ടാണ് അന്ന് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ച സാധനങ്ങൾ കാമുകനോട് പറഞ്ഞു എന്ന് പറയുന്ന സംഭാഷണങ്ങൾ ഞാൻ പുറത്തു വിട്ടത് എന്നാണ് പറയുന്നത്. ഒരാൾ പൊക്കത്തോടെ സമാന്തര സിനിമയിൽ ശ്രദ്ധേയമായൊരു സംവിധായകൻ്റെ ജന്മം സൂചിപ്പിച്ച സനൽകുമാർ ഒഴിവു ദിവസത്തെ കളിയും സെക്സി ദുർഗയിലൂടെയും സ്ഥാനം ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ ചോലയും കയറ്റവും വഴക്കും ആയപ്പോഴേക്കും, നല്ല പേരുകളല്ലേ, വഴക്ക്, മറ്റൊരാളായി സനൽകുമാർ മാറിയിരുന്നു. ആ മാറ്റത്തിലാണ് കുടുംബ ബന്ധം പോലും കൈവിട്ടു പോയത്. ഭാര്യയും മക്കളും ഉള്ളപ്പോൾ തനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ നിൽക്കുന്ന നടിയോട് പ്രണയമാണ് എനിക്ക് എന്ന് പരസ്യപ്പെടുത്തിയതിലൂടെ ദാമ്പത്യ ജീവിതം കൊഞ്ഞട്ടെ ആവും, എവിടെ ആയാലും ആവുമല്ലോ. അങ്ങനെയാണ് ആ ദാമ്പത്യ ജീവിതം നഷ്ടപ്പെട്ടത്. ജോജുവും ടൊവിനോയും നമ്മൾ ഈ പറയുന്ന ലേഡി സൂപ്പർ സ്റ്റാർ നിർമ്മിച്ച സിനിമകളെയൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി വിവാദ നായകനുമായി. കയറ്റം എന്ന സിനിമയുടെ നിർമ്മാതാവ് ലേഡി സൂപ്പർ സ്റ്റാർ ആയിരിക്കെ അവരുടെ പെർമിഷൻ ഇല്ലാതെ അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് യൂട്യൂബിൽ ഫ്രീ റിലീസ് ചെയ്യുന്നതടക്കം എന്തൊക്കെയാണ് താൻ ചെയ്യുന്നതെന്ന് ബോധ്യമില്ലാതെയുള്ള പണികളാണ് സൽകുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആലോചിക്ക്, നിർമ്മാതാവ് അറിയാതെ സംവിധായകൻ അതിൻ്റെ ഹാർഡ് ഡിസ്കും കൊണ്ട് അമേരിക്കയിൽ പോയിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഫ്രീ ആയിട്ട് ആൾക്ക് കാണാനായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നു. ഒപ്പം ഒരു സിനിമയിൽ അഭിനയിച്ചു, നല്ല സിനിമയ്ക്കായി താൻ തന്നെ നിർമ്മിക്കാം എന്നേറ്റ നായികയോട് മാത്രമല്ല, ഈ കഥയുടെ ഫ്രെയിമിലൊന്നും ഇല്ലാത്ത അവരുടെ മകളെപ്പറ്റി കൂടി കഥയുണ്ടാക്കുന്ന തലത്തിലേക്ക് സനൽകുമാർ ശശിധരൻ വീണിരിക്കുന്നു. കേൾക്കുമ്പോൾ കൃത്യതയോടെയാണ് സനൽ സംസാരിക്കുന്നതെന്ന് നമുക്ക് തോന്നും. അയാൾ പറയുന്ന കേട്ടാൽ നമുക്ക് അയ്യോ എന്ത് നല്ല കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നു എന്ന് നമുക്ക് തോന്നും. ഇവിടെയൊക്കെയാണ് എനിക്ക് KS ഡേവിഡ് എന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ എഴുതിയ, ഞാൻ നേരത്തെ പറഞ്ഞ കഥ ഓർമ്മ വരുന്നത്. ഇന്ത്യയിൽ നിയമവിരുദ്ധമായതിനാൽ വിദേശത്ത് പോകുമ്പോൾ താൻ ലഹരികൾ കുടിച്ചും വലിച്ചും ആസ്വദിക്കാറുണ്ടെന്ന് സനൽകുമാർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അയാൾ ഒളിച്ചൊന്നുമില്ല, ഞാൻ വലിക്കും, കഞ്ചാവൊക്കെ മറ്റ് രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും പോയാൽ പരസ്യമായി വലിക്കാൻ നിയമം നടപടി ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ വിദേശത്ത് പോകുമ്പോൾ ഒക്കെ വലിക്കും എന്ന് പറയുന്ന ആളാണ്. ഇങ്ങനെ വലിച്ച് സനൽകുമാർ വേറെ ലെവലിൽ എത്തിയോ എന്ന് എനിക്കറിയില്ല. മൊത്തത്തിൽ സനൽകുമാറിനെ ശ്രദ്ധിച്ചാൽ ഈ പറഞ്ഞതൊക്കെ അനുവർത്തിക്കാറുണ്ടെന്ന് നമുക്ക് തോന്നാം. ഇപ്പോൾ മണിച്ചിത്രത്താഴിൽ പപ്പു അശ്വൻ ചെയ്തതുപോലെ മോഹൻലാലിനോട് ചോദിക്കില്ല എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ, അതുപോലെ ഈ സനൽകുമാറിൻ്റെ ഫോട്ടോയിൽ നമ്മളിങ്ങനെ സ്ഥിരമായി ഒന്ന് കണ്ടെടുക്കാതെ നോക്കി നിന്നാൽ ജോസ് പ്രാശൊക്കെ വെച്ചിരിക്കുമ്പോൾ ഇവിടെ ഒരു കറുത്ത ഉണ്ണിയോ ഒക്കെ ആയിട്ട് സനൽകുമാറിനെ കാണുമ്പോൾ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നു. അതെൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. വേറൊരാൾ നിർമ്മിച്ച സിനിമ വിമിയോയിലും ഗൂഗിൾ ഡ്രൈവിലും ഞാൻ സൗജന്യമായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പൊതുജനങ്ങൾക്കായി ലിങ്ക് ഇതൊന്നും പറഞ്ഞ് FBയിൽ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അത് തെറ്റല്ലേ എന്ന് സനൽകുമാറിനോട് ആരും ചോദിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വിമിയിലൊന്നും അങ്ങനെ ഇടാൻ പാടില്ല. എനിക്ക് ഭ്രാന്താണെന്ന് നിലവിളിച്ചുകൊണ്ട് കുറേ കൂലിക്കാർ എന്നെ നിശബ്ദനാക്കാൻ നോക്കുന്നുവെന്നും സനൽകുമാർ പറയുന്നു. വട്ടുള്ളവന്മാരാണ് എന്നെ വട്ടം എന്ന് പറയുന്നത് എന്നാണ് സനൽകുമാർ പറയാതെ പറയുന്നത്. കഴിഞ്ഞ 4-5 ദിവസമായി ഞാനൊരു സ്ത്രീയുടെ ജീവൻ അപകടത്തിലാണ് എന്ന് ഉറക്കെ ശബ്ദമുണ്ടാക്കിയിട്ടും ഒരു KM ഷാജഹാൻ മാത്രമാണ് ആ വിഷയത്തെക്കുറിച്ച് എന്താണെന്ന് ചോദിച്ചതും ഒരു എപ്പിസോഡ് ചെയ്തതും. നല്ല പാർട്ടിയാണ് കേട്ടോ ഈ സനൽകുമാർ ശശിധരന് കിട്ടിയത്. KM ഷാജഹാൻ ചക്കയ്ക്ക് ചുക്ക് എന്ന് പറഞ്ഞ് പ്രോഗ്രാമുകൾ ചെയ്യുന്ന ഒരു മഹാനാണല്ലോ. VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തെ പോലെ കാണുന്ന ആരാധിക്കുന്ന മനുഷ്യനെ കുഴിച്ചടിച്ച മഹാനാണ്. വിളിച്ച് ചോദിച്ചു, സനൽകുമാർ എന്താണ് പ്രശ്നം, നിങ്ങളുടെ പടത്തിലെ നായികയായിട്ടെന്ന് ചോദിച്ചിട്ട് ആകെ ചോദിച്ചത് അയാൾ മാത്രമൊന്നും, അയാൾക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ടാണ് ചോദിച്ചതെന്ന് ഞാൻ പറയും. വിഷയത്തിൻ്റെ ഗൗരവം ഒന്ന് നോക്കുകയെങ്കിലും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കുറച്ച് സുഹൃത്തുക്കൾക്ക് നേരിട്ട് മെയിൽ ചെയ്തിട്ടും ഒരാൾ പോലും പ്രതികരിച്ചില്ല എന്നും സനൽകുമാർ പരാതി പറയുന്നു. നോർമലായിട്ടുള്ളവരാരും പ്രതികരിക്കില്ല എൻ്റെ പൊന്ന് സനൽകുമാറെ. നിങ്ങൾ ഈ സ്വപ്നം കാണുന്ന സ്വപ്നജീവിയെ പോലെ മറ്റതൊക്കെ വലിച്ചു കയറ്റിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുത്തിവെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് കുടിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മെയിലിട്ടാൽ നോർമലായി മാന്യമായി ജീവിക്കുന്നവർ ചിലപ്പോൾ മറുപടി ഇടില്ല സനൽകുമാറെ. ഇതൊരു കേവലം വ്യക്തിഗത പ്രണയത്തിൻ്റെ വിഷയം മാത്രമായി ആളുകൾ കാണുന്നത് കൊണ്ടാണോ അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ലളിതമായ ഒരു വിഷയമല്ല. സത്യങ്ങൾ വിളിച്ചു പറയുന്നതിൻ്റെ പേരിൽ ഒരു കലാകാരനെതിരെ ഒരു സ്ത്രീയുടെ പേരിൽ കള്ളക്കേസുണ്ടാക്കി സമൂഹത്തിൽ നിന്നും ഭ്രഷ്ടനാക്കിയ ചതിയുടെ വിഷയമാണ്. പരസ്പരം പ്രണയിക്കുന്ന
2 പേരെ കാണാൻ അനുവദിക്കാതെ ബലമായി അകറ്റി നിർത്തുന്നതിൻ്റെ പ്രശ്നമാണിത്. ഈ ചതിയുടെയും മനുഷ്യത്വഹീനമായ ഇടപെടലിൻ്റെയും യാഥാർത്ഥ്യം പുറത്തു വരാതിരിക്കാൻ ഒരു സ്ത്രീയുടെ ജീവൻ തോക്കും കുഴലിന് മുന്നിൽ നിർത്തുന്ന വിഷയമാണിത്. എവിടെയൊക്കെയോ കാട് കയറിയാണ് സൽകുമാർ ആലോചിക്കുന്നത്. ഞാൻ പറയുന്ന ഈ ലേഡി സൂപ്പർ സ്റ്റാറിനെ ആര് തോക്കിൻ്റെ മുന്നിൽ നിർത്തുന്നത്? നക്സലിറ്റുകളുടെ കസ്റ്റഡിയിലാണോ ഈ നായിക എന്നെനിക്ക് തോന്നുന്നു. അവളുടെ മകളുടെ ജീവിതത്തിൻ്റെ വില പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പലയിടത്തും നിശബ്ദമാക്കുന്നു. അതൊരു വലിയ വിഷയമാണ് എന്നാണ് പറഞ്ഞത്. അവളെന്നൊക്കെ വിളിക്കുന്നു. അത്രയും സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഈ നടിയുമായിട്ട് ശശിധരന്, സൽകുമാറിന്. എന്തുകൊണ്ട് WCCയിൽ നിന്ന് എൻ്റെ നായിക പിന്മാറി അവർ പറയുന്നില്ല? എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ പ്രതികരിച്ചില്ല? തുടങ്ങിയ വിഷയങ്ങളിൽ ആ സ്ത്രീയെ അപഹസിക്കാനും വലിച്ചു കീറാനും ശ്രമിക്കുന്നവർ പോലും ഇപ്പോൾ ഈ ശബ്ദരേഖയിലൂടെ പുറത്തു വന്ന ഭീഷണിയുടെ സാധ്യത പോലും പരിഗണിക്കുന്നില്ല. വല്ലവരുമൊക്കെ ഇടുന്ന ഓഡിയോ മെസ്സേജിനൊക്കെ പ്രതികരിക്കാൻ ആരെങ്കിലും നോർമലായിട്ടുള്ളവർ പോവുമോ? സൽകുമാറെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്? ഇതാണോ സ്ത്രീ സുരക്ഷയുടെ പേരിൽ സാംസ്കാരിക കേരളത്തിൻ്റെ ജാഗ്രത എന്നാണ് ചോദിക്കുന്നത്. പിന്നെ വല്ലവനും വൺ സൈഡ് പ്രേമം കൊണ്ട് കടന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക സൽകുമാറെ. അവരിടുന്ന ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി നിങ്ങൾക്കുണ്ടോ? അവരുടെ ഇന്നത്തെ ജീവിത ശൈലി നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതാണോ? അവർ മലയാളത്തിലും തമിഴിലും ഒക്കെ വലിയ വലിയ പടങ്ങൾ ചെയ്യുകയും വലിയ വിജയമായി നിൽക്കുന്ന ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീയല്ലേ? എന്തിനാണ് സൽകുമാറെ? നിങ്ങളൊന്ന് ആലോചിക്കണ്ടേ? നിങ്ങൾ എന്താ പറയുക, വളാത്താങ്കര ആ ഭാഗത്ത് നെയ്യാറ്റിൻകരയ്ക്ക് അപ്പുറത്ത് എവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ നിങ്ങളത് ആലോചിക്കൂ. നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി 2 ദിവസം ഇവരെ കല്യാണം കഴിച്ചെന്ന് വെച്ചോ, നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുമോ? അത്രയും അജഗജാന്തര വ്യത്യാസമില്ലേ സൽകുമാറെ? നിങ്ങളെന്താ ഇതൊന്നും ആലോചിക്കാതെ സ്വപ്ന ലോകത്തെ ബാലഭാസ്കരനെ പോലെ ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് പകരം അദ്ദേഹം ചോദിക്കുന്നത് ഇതാണോ സ്ത്രീ സുരക്ഷയുടെ പേരിൽ സാംസ്കാരിക കേരളത്തിൻ്റെ ജാഗ്രത എന്നാണ്. ജാഗ്രത ഉണ്ടായിരുന്നാൽ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കിട്ടിയാൽ ചിലപ്പോൾ ജാഗ്രതയുള്ളവർ ചിലപ്പോൾ അടി തരും. അതായിരിക്കും അവസാനം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇത്ര ഗൗരവമുള്ള ഒരു വിഷയം ഉന്നയിച്ചിട്ടും ഒരു പരസ്യ പ്രതികരണം നടത്താൻ കഴിയാത്ത വണ്ണം ഉള്ള അവസ്ഥയിലാണ് ഈ സ്ത്രീ എന്ന കാര്യമെങ്കിലും ചിന്തിക്കണം. വഴിയെ പോണവരൊക്കെ പറയുന്നതിന് അവരെന്തിനാ മറുപടി പറയണേ? നിങ്ങൾ വഴിയെ പോണവരല്ല, സംസ്ഥാന അവാർഡൊക്കെ വാങ്ങിയ ആളാണ്, വിദേശത്തൊക്കെ പോയി സിനിമ എടുത്ത് അവാർഡൊക്കെ വാങ്ങിയ ആളാണ്. പക്ഷേ എങ്കിൽ പോലും വിവരക്കേട് പറഞ്ഞാൽ എങ്ങനെ അവർ പ്രതികരിക്കും? എൻ്റെ പൊന്ന് സൽകുമാറെ, എൻ്റെ ഫേസ്ബുക്ക് പൂർണ്ണമായും ടാർഗറ്റാണ്. പോസ്റ്റുകൾ റീച്ച് കിട്ടുന്നില്ല. അദ്ദേഹം ഇടുന്ന പോസ്റ്റുകൾ അധികം റീച്ച് കിട്ടുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോഴും എന്നെയും ആ സ്ത്രീയെയും പരസ്പരം സംസാരിക്കൽ നിന്ന് അകറ്റി നിർത്തുന്നു. ഏത് സ്ത്രീ? ഇയാൾ സ്വയം വിചാരിക്കുന്ന കാമുകിയെ ചില നേരത്ത് പറയുന്ന ഭാഷാ പ്രയോഗം ഇങ്ങനെയാണ്. ആ സ്ത്രീയെയും പരസ്പരം സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന്. ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ തേച്ചുമാച്ച് കളയാമെന്നും അവരെ അടിമയായി കൊണ്ടു നടക്കാമെന്നും ഇപ്പോഴും അവരെ നിയന്ത്രിക്കുന്ന ശക്തികൾ കരുതുന്നു. ഏത് ശക്തികൾ? നല്ല കോമൺ സെൻസുള്ള, നന്നായി സ്വന്തം കാര്യം നോക്കാനറിയാവുന്ന, സ്വന്തം ഡിസിഷൻ എടുക്കാനറിയാവുന്ന നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയല്ലേ? നിങ്ങൾ പറയും പോലെ സമൂഹത്തിൻ്റെ ഒന്നും ഒരു ജാഗ്രത അവർക്ക് ആവശ്യമില്ല. ഇത്രയും പ്രശസ്തയായ ഒരു സ്ത്രീയെ ഇങ്ങനെ കളിപ്പാവ് പോലെ നിയന്ത്രിക്കാൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ സുരക്ഷയുടെ കാര്യം ഓർത്തു നോക്കാനാണ് അയാൾ പറയുന്നത്. ഇത്രയും ബ്രില്യൻ്റായ നടിയെ ഇങ്ങനെ തോക്കൻ കുഴലിൽ നിർത്താമെങ്കിൽ ഇവിടുത്തെ സാധാരണ സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാനാണ് സൽകുമാർ പറയുന്നത്. ഈ സ്ത്രീക്ക് സമൂഹത്തിൻ്റെ കാവൽ ആവശ്യപ്പെടുന്ന രീതിയിൽ അപകടത്തിലാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. സനലിന് എതിരെ എളമക്കര സ്റ്റേഷനിലുള്ള കള്ളക്കേസിൽ താൻ ഒപ്പുവെച്ചതല്ല എന്നും അതിലെന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്നുമാണ് ഞാനിടുന്ന ആഡിയോയിൽ ആ സ്ത്രീ പറയുന്നത്. അത്രേ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ആഡിയോയിൽ പറയുന്നത് എളമക്കര സ്റ്റേഷനിൽ ഇങ്ങനെ പരാതി കൊടുത്തത് എന്തിനാണെന്ന് എനിക്കറിയില്ല, ഞാനല്ല കൊടുത്തത്, എൻ്റെ ഒപ്പ് ഒരു സംസ്ഥാന അവാർഡൊക്കെ വാങ്ങി അല്ലെങ്കിൽ കേരളത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറെ പോലെയൊക്കെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മലയാളത്തിലെ എണ്ണം പറയാവുന്ന വലിയ നടിമാരിൽ ഒരാളായ അവരുടെ ഒപ്പിട്ട് കള്ള പരാതി കൊടുത്തു എന്നൊക്കെ ആ സ്ത്രീ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊരാളെ നേരിൽ കണ്ട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിലാണ് അവർ. ഇപ്പോൾ സ്ത്രീ വിട്ട് അവറായി. എൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഈ പശ്ചാത്തലത്തിൽ ഉള്ളതാണ്. ഏത് അവരിങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ പോലും അവരെ വിടുന്നില്ല എന്ന് ഞാൻ പോസ്റ്റ് ഇടുന്നു. അല്ലാതെ ആ ലേഡി സൂപ്പർ സ്റ്റാർ അവരുടെ ഒരു പോസ്റ്റും അവരിട്ടിട്ടില്ല. ഇദ്ദേഹം അവർക്ക് വേണ്ടി ഇടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനിതൊക്കെ എഴുതുന്നതിന് മുമ്പ് അവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അവയ്ക്കും ഒരു ഫോൺ കോളിലൂടെ പോലും മറുപടി ഉണ്ടായില്ല. ഒരിക്കൽ എൻ്റെ ഒരു പോസ്റ്റിന് ശേഷം അവർ എന്നെ വിളിച്ചു. പക്ഷേ എൻ്റെ സംശയങ്ങൾ കൂടുതൽ ബലവത്താക്കുന്നതായിരുന്നു ആ വിളി.
മൂന്നാമതൊരാളെ സാക്ഷിയാക്കുന്ന തരത്തിൽ ഒരു കോൺഫറൻസ് കോളായിരുന്നു അവർ വിളിച്ചത്. വീഡിയോ 3 പേര് തമ്മിൽ സംസാരിക്കുന്നത്. അതായത് ഇയാൾ പറഞ്ഞ വിഡിത്തരം മുഴുവൻ കേൾക്കാൻ വേറൊരാളിനെയും കൂടെ ഇരുത്തിയിരുന്നു. അപ്പോൾ അവർക്ക് ബുദ്ധിയില്ലെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. സാധാരണ സംസാരിക്കുന്ന രീതിയിലല്ലാതെ അതിനാടകീയമായ സംസാരം ഉൾപ്പെടെ അടിമുടി ദുരൂഹത നിറഞ്ഞ പെരുമാറ്റങ്ങളായിരുന്നു അവരിൽ നിന്നും അന്നുണ്ടായത്. ഇതൊക്കെ കൊണ്ടാണ് മറ്റാരുടെയോ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിയാണ് അവർ പ്രവർത്തിക്കുന്നതെന്നും അവരുടെ ജീവൻ അപകടത്തിലാണ് എന്നുമുള്ള തോന്നൽ എനിക്ക് ശക്തമായത്. അവർക്കല്ല, ഇദ്ദേഹത്തിന് ശക്തമായത്. ഞാൻ സോഷ്യൽ മീഡിയയിലിടുന്ന പോസ്റ്റുകളിലൊക്കെയും അവരെ ടാഗ് ചെയ്തു. ഇതൊക്കെ IT ആക്റ്റിൽ നല്ല ഉത്തരം പറയേണ്ടി വരും. ഒരാഴ്ചയോളം അവർ പരസ്യമായോ സ്വകാര്യമായോ ഒരു വാക്കുപോലും പറഞ്ഞില്ല. ഇന്ന് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യാൻ വരുന്നതിന് മുമ്പായിട്ട് സനൽകുമാർ ശശിധരൻ പോസ്റ്റ് ചെയ്തത് ഒരു പ്രണയ പോസ്റ്റാണ്. പ്രിയമുള്ളവളെ, അദ്ദേഹം വിളിക്കുകയാണ്, പ്രിയമുള്ളവളെ, നിൻ്റെ കാൽപ്പെരുമാറ്റം പ്രകാശവർഷമാണ്. അകലെയായാൽ പോലും, കാരണം അവർ കേരളത്തിലും ഇയാൾ അമേരിക്കയിലുമാണല്ലോ, അകലെയായാൽ പോലും എനിക്ക് കേൾക്കാൻ കഴിയുമെന്ന് നിനക്കറിയാമല്ലോ. നിൻ്റെ കാൽപ്പെരുമാറ്റം വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാമല്ലോ എന്നായിരിക്കും അദ്ദേഹം പറയുന്നത്. നമ്മൾ പരസ്പരം ഒളിച്ചു കഴിയുന്ന നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു കമ്പിയില്ല കമ്പി നമ്മെ നനയ്ക്കുന്ന നേരത്ത് എത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ അമേരിക്കയിലും ഇവിടെ പകലും അവിടെ രാത്രിയും ഒക്കെ ആണെങ്കിലും നമ്മൾ രണ്ടുപേരും വിചാരിച്ചാൽ കമ്പിയില്ല കമ്പിയിലൂടെ നനയ്ക്കുന്ന, അതായത് ഓർക്കുന്ന സമയത്ത് അങ്ങനെയുള്ള നിമിഷങ്ങൾ വന്നെത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. രാക്ഷസ കോട്ടകൾ, മിന്നൽ പ്രളയങ്ങളിൽ അസ്ഥിവാരങ്ങൾ തകർന്ന് പാതാളത്തിലേക്ക് താഴുന്നതുവരെ നീ കാത്തിരിക്കേണ്ടതില്ല. നമ്മളിങ്ങനെ ആയുസ്സിൻ്റെ പാതയിൽ ലോകം റോക്കറ്റിലേറി പായുന്ന പെരുവഴിയിൽ പരസ്യമായി പ്രണയസല്ലാപം നടത്തുന്നത് ആൾക്കാർക്കൊന്നും ഇഷ്ടമാകുന്നില്ല. നിന്നെ അവർക്ക് കാണാൻ കഴിയാത്തത് എൻ്റെ കുറ്റമല്ലല്ലോ. പ്രായമായില്ലേ, മക്കളില്ലേ, നിർത്തിക്കൂടെ എന്നൊക്കെ ചിലരൊക്കെ പല്ലെറുമുന്നുണ്ട്. ഇങ്ങനെ പോകുന്നു. ആ പോസ്റ്റ് ഒരുപാടുണ്ട്. ഞാനതിലെ പ്രസക്തമായ ഒരു പാരഗ്രാഫിൽ പറഞ്ഞുള്ളൂ. നാട്ടിൽ നിന്നിട്ട് ജീവൻ നഷ്ടപ്പെടും എന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ അമേരിക്കയിലേക്ക് പോയത് എന്ന് മഞ്ഞത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു. ഞങ്ങൾ തുറുങ്കിൽ കിടക്കുന്നവർ ചുവരിൽ ചുണ്ടും കാതും ചേർത്ത് സംസാരിക്കുന്ന പോലെ പരസ്പരം ഒളിവിൽ സംസാരിച്ചു. ആര്? കാമുകിയായിട്ട് സംസാരിച്ചെന്നാണ് പറഞ്ഞത്. ചുണ്ടും കാതും വെച്ച് മതിലുകളിൽ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകളിലെ പോലെ സംസാരിച്ചു എന്നാണ് പറയുന്നത്. തമ്മിൽ കാണാനുള്ള ശ്രമങ്ങൾ വീണ്ടും ഉണ്ടായെങ്കിലും തകർക്കപ്പെട്ടു. ഇങ്ങനെ പോകുന്നു വേറൊരു പോസ്റ്റ്. ഞങ്ങളുടെ പ്രണയം, 2-3 ചോദ്യങ്ങളാണ്. 1, ഞങ്ങളുടെ പ്രണയം. 2, 3 വർഷങ്ങൾക്ക് മുമ്പ് സനലിനെതിരെ കൊടുത്ത കേസ് കൊടുത്തയാൾ അറിയാതെ കൊടുത്തതാണ്. അതായത് ആരെ പേര് വെച്ച് കൊടുത്തോ, ലേഡി സൂപ്പർ സ്റ്റാറിൻ്റെ പേര് വെച്ച് 3 വർഷം മുമ്പ് കൊടുത്ത കേസ് അവരറിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. 3, ഞങ്ങൾ പരസ്പരം മിണ്ടുന്നു എന്നറിഞ്ഞാൽ നടിയുടെയും മകളുടെയും ജീവൻ അപകടത്തിലാവുന്ന സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സനൽകുമാർ ശശിധരനുമായിട്ട് ഈ ലേഡി സൂപ്പർ സ്റ്റാർ സംസാരിച്ചാൽ അപ്പം മകളെ തട്ടും. അതാണ് കേരളത്തിലെ അവസ്ഥ എന്നാണ് അദ്ദേഹം പറയുന്നത്. കമ്മീഷണർക്ക് നടി നേരിട്ട് കേസ് കൊടുത്തു എന്നായിരുന്നു ആദ്യം വന്ന വാർത്ത. നടി നേരിട്ട് പരാതി കൊടുത്തതായി സ്ഥിരീകരണം ഇല്ല എന്നാണ് സനൽകുമാർ പറയുന്നത്. പിന്നീട് പറയുന്നു ഇമെയിൽ വഴിയാണ് പരാതി നൽകിയതെന്ന്. ഇതുവരെ ഞാൻ പുറത്തുവിട്ട ശബ്ദരേഖ തൻ്റേതല്ല എന്ന് നടി പറഞ്ഞിട്ടില്ല. വല്ലവരും ശബ്ദരേഖ പോസ്റ്റ് ചെയ്താൽ നടി എന്തിനാ മറുപടി പറയണേ? ഞാൻ എൻ്റെ കാമുകിയോടുള്ള പ്രണയം സംസാരിക്കാതിരിക്കാൻ പോലീസ് നടത്തുന്ന നാടകമാണ് ഇതല്ല. പോലീസിൻ്റെ വാക്ക് കേട്ട് എനിക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് എന്ന് വാർത്ത കൊടുത്ത മാധ്യമ സുഹൃത്തുക്കൾ സ്വന്തം സത്യസന്ധതയുടെ പേരിലെങ്കിലും ഈ കാര്യം ഫോളോ അപ്പ് ചെയ്യണം. അമേരിക്കയിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരെ വിലങ്ങുവെച്ച് കൊണ്ടുവന്നു എന്ന് വിലപിക്കുന്ന പലരും എന്നെ കയ്യും കാലും കെട്ടി കൂട്ടിലടച്ച് നാട്ടിലെത്തിക്കുന്നതും നോക്കിയിരിക്കുകയാണ് കൈയടിക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ വിസ ഇല്ലാത്ത കുടിയേറിയ ഒരുപാട് പേരെ വിലങ്ങ് വെച്ച് ഫ്ലൈറ്റ് കയറ്റി, സൈനിക ഫ്ലൈറ്റ് കയറ്റി ഇന്ത്യയിലേക്ക് വിട്ടല്ലോ. അതിനപ്പുറം എന്നെ കയ്യും കാലും കെട്ടി കൂട്ടിലിട്ട് കൊണ്ടുവരുന്നു, അത് കാണാൻ മലയാളി കാത്തിരിക്കുന്നതാണ് പുള്ളി പറയുന്നത്. പത്രപ്രവർത്തകനായ SV പ്രദീപിൻ്റെ കൊലപാതകവും 2-3 ഇഷ്യൂസ് അദ്ദേഹം പറയുകയാണ് കേരളത്തിലെ. SV പ്രദീപിൻ്റെ, എൻ്റെ അടുത്ത സുഹൃത്ത്, എൻ്റെ ഒരു അനിയനെ പോലെയായിരുന്നു പ്രദീപ്. കൊലപാതകവുമായിട്ടുള്ള പ്രശ്നം ഞാൻ മുമ്പ് പറഞ്ഞില്ലേ എന്നാണ് സനൽകുമാർ ചോദിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം അതിൽ ആവശ്യമില്ലാത്തൊരു കഥ പറയുന്നു. ഭാരത് ലൈവ് എന്ന് പറഞ്ഞ BJP ചാനൽ, ചായവുള്ള ഒരു ചാനലിലായിരുന്നു പ്രദീപ് വർക്ക് ചെയ്തിരുന്നത് മംഗളം വിട്ടപ്പോൾ.
അയാൾ തന്നെ ഉണ്ടാക്കി കൊടുത്താണ്. ജസ്റ്റിൻ എന്ന് പറഞ്ഞ കോഴിക്കോട്ടുകാരനായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു അനിയനെ പോലെ സ്നേഹിച്ചിരുന്ന ജസ്റ്റിനായിരുന്നു ഭാരത് ലൈവിൻ്റെ ഉടമസ്ഥൻ. ഇയാൾ പറയുന്നത് ജസ്റ്റിനാണ് കൊന്നെന്നാണ് ഇപ്പോൾ പറയുന്നത്. പ്രദീപിൻ്റെ അമ്മയെ അങ്ങനെ സംശയിക്കുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. എന്തായാലും എൻ്റെ നാട്ടിൽ വെച്ച് പ്രദീപിന് ലോറിയിൽ ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ ആദ്യം എന്നെ വിളിച്ച് അറിയിച്ചത് ജസ്റ്റിനാണ്. ചേട്ടാ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, നിങ്ങളുടെ നാട്ടിലാണ്, വേഗം ഒന്ന് ആ സ്പോട്ടിലേക്ക് ചെല്ലു ചേട്ടാ, ഞാൻ അപ്പോഴേക്കും അങ്ങ് എത്താമെന്ന് പറഞ്ഞു. ഞാൻ എത്തി. സാഹചര്യങ്ങളും അവിടെയുള്ള എനിക്ക് പരിചയമുള്ള കാരക്കാമണ്ഡപത്തുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിരിക്കുമ്പോൾ ജസ്റ്റിൻ എത്തി. പിന്നെ അടക്കുന്നത് വരെ, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അടക്കുന്നത് വരെ ജസ്റ്റിൻ ജലപാനമില്ലാതെ അതിൻ്റെ പുറകെ നടന്നവനാണ്. പക്ഷേ ഈ ദ്രോഹി പറയുന്നത് ജസ്റ്റിൻ കൊന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ആ ചതിയുടെ പ്രതിഫലനമായിട്ട് ട്രെയിനിൽ വെച്ച് ഇയാൾ ജസ്റ്റിനും മരിച്ചില്ലേ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഈ തോന്നലുകൾ വിശ്വസിച്ചു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ കസിൻ സിസ്റ്റർ സന്ധ്യയുടെ മരണവുമായി ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എൻ്റെ കസിൻ സിസ്റ്റർ സന്ധ്യ മരിച്ചു, അതും ദുരൂഹമാണ്, കൊലപാതകമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതായി ഞാൻ പറഞ്ഞത് 2019 നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇദ്ദേഹം ഇനി ഒരു അയ്യർ ദ ഗ്രേറ്റിലെ അയ്യരെ പോലെയൊക്കെ ആയിപ്പോകുമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതായി ഞാൻ പറഞ്ഞത് 2019 തെരഞ്ഞെടുപ്പിൽ CPM വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരും, പിണറായി വിജയനെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ BJP സഹായിക്കുമെന്നും അധികാരത്തിൽ ഇരുത്തി പിണറായി വിജയനെ അഴുക്കിക്കളയുമെന്നും ഞാൻ മുൻകൂട്ടി പറഞ്ഞതാണ്. അതുപോലെ തന്നെ BJPക്കാർ കൈയടിച്ച് വോട്ട് ചെയ്ത് അദ്ദേഹത്തെ വിജയിപ്പിച്ചു, CPMനെ വിജയിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അതായത് പിണറായി വിജയനെ അഴുക്കാനായിട്ട്. അങ്ങനെ CPMനെ തന്നെ ഉന്മൂലനാശം ചെയ്യുമെന്നും ഞാൻ മുമ്പേ പറഞ്ഞതാണ്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ? അത് BJPയുടെ പരിപാടിയാണ്. അതൊരു BJPയുടെ ബുദ്ധി കൊണ്ടുണ്ടാക്കി CPMനെ എങ്ങനെ തകർക്കാമെന്ന് റിസർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെയാണെന്ന്, പിണറായിയെ മുഖ്യമന്ത്രിയാക്കി തകർത്തുകളയാമെന്നാണ് പറഞ്ഞതെന്ന്. എന്നെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് രാഷ്ട്രപതിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും കേരളത്തിലെ ക്രമസമാധാന പാലനം അവതാളത്തിലാണെന്ന് ഞാൻ എഴുതി. ആ പരാതി അയച്ചതിൻ്റെ ഫലമായിട്ട് അന്ന് രാത്രി എൻ്റെ പേരിൽ ലേഡി സൂപ്പർ സ്റ്റാറിൻ്റെ പേര് വെച്ച് കള്ളപ്പരാതി ഉണ്ടാക്കി. പിറ്റേ ദിവസം രാവിലെ തീവ്രവാദികളെ പിടിക്കുന്ന പോലെ എന്നെ ഓടിച്ചിട്ട് പിടിച്ചു. ആ ലൈവ് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. 3 വർഷം കഴിഞ്ഞിട്ടും ഒരു തെളിവും ആരും കൊടുത്തിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ അന്ന് അമ്പലത്തിൽ നിന്ന് ഇയാളെ പിടിച്ചുകൊണ്ടുകൊണ്ടപ്പോൾ എനിക്കൊരു അസ്വാഭാവികത തോന്നി. പക്ഷേ ഈ അപാരമായ ബുദ്ധിമാനായതുകൊണ്ട് ഇയാൾ കിടന്ന് കാപ്പാത്തുങ്കോന്ന് കിടന്ന് വിളിക്കുന്നു. അങ്ങനെയാണ് അന്ന് ഇത് പോയത്. പക്ഷേ 3 വർഷമായിട്ടും ഒന്നും സംഭവിച്ചില്ല എന്നാണ് അയാൾ പറയുന്നത്. ഞാൻ ഈ കേസിൽ നിരപരാധിയാണ് എന്ന് തെളിയും വരെ ഞാനിനി സിനിമ എടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനൊരു സിനിമ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 2 പുള്ളി തന്നെ പറയുന്നത്. കാരണം ഈ കേരളത്തിലെ സിസ്റ്റം വെച്ചിട്ട് കേരളത്തിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാനായി ഞാനൊരു കേസ് കൊടുത്തിരുന്നു. മാഫിയ ഇൻസൈഡറായ ഹൈക്കോടതി ജഡ്ജിയെ പറയാണ്, മാഫിയ ഇൻസൈഡറായ ഒരു ജഡ്ജ് ആ കേസ് പ്രാഥമിക ഹിയറിംഗ് പോലും കേൾക്കാതെ ചവറ്റുകുട്ടയിലെറിഞ്ഞു. ആ ജഡ്ജിനെ നിങ്ങൾക്കെല്ലാം അറിയാം. അയാളാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടുപിടിക്കാൻ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ കൊടുത്ത പരാതി വെറുതെ ചവറ്റുകുട്ടയിൽ എറിഞ്ഞ ജഡ്ജാണ് എന്നെയും ചതിച്ചത് എന്നാണ് ഇയാൾ പറയുന്നത്. കോടതി അലക്ഷ്യം പോലും ഈ വക്കീലായിരുന്നിട്ട് പോലും പുള്ളിക്ക് അത് അറിയില്ലാന്ന് തോന്നുന്നു. കേരളത്തിലെ സിസ്റ്റം മുഴുവൻ കുഴപ്പത്തിലാണ്. സിസ്റ്റത്തിന് നമ്മൾ ആരുടെയെങ്കിലും നിരപരാധിത്വം തെളിയിക്കാനോ കുറ്റവാളിയെ ശിക്ഷിക്കാനോ പറ്റില്ല. അതുകൊണ്ട് ഞാൻ സിനിമ എടുക്കാൻ തീരുമാനിച്ചു. പ്രതികാരം ചെയ്യുന്നത് സിനിമ എടുത്താണ്. ആലോചിക്ക്, എൻ്റെയോ എൻ്റെ നായികയുടെ ജീവന് അപകടമുണ്ടായാൽ കേരളം നടുങ്ങുന്ന വിവരങ്ങൾ തെളിവുകൾ സഹിതം പല സ്ഥലത്തു നിന്നും പുറത്തു വരും. പലയിടത്തായിട്ട് കൊടുത്തിരിക്കുകയാണ് തെളിവുകൾ. എനിക്കോ എൻ്റെ നായികയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ കാമുകി, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കാമുകിക്കോ എന്തെങ്കിലും ജീവൻ അപകടത്തിലായാൽ കേരളത്തിൽ പലയിടത്തുനിന്നും പല തെളിവുകളും പുറത്തു വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. കേരളത്തിലെ പലർക്കും ഭരണകക്ഷിക്കും താങ്ങാൻ പറ്റുന്നതായിരിക്കില്ല. സോ എന്നെ ജീവിക്കാൻ അനുവദിക്കണം. തിരുത്തിയിട്ട് പറയാം, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം എന്നാണ് സനൽകുമാർ ശശിധരൻ പറയുന്നത്. ഞാൻ ആദ്യം ഇത് പറയണ്ട, അങ്ങ് തള്ളിക്കളയാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഒരു മനുഷ്യൻ ഇങ്ങനെ മാറാമോ? ഞാൻ പറയുന്നു, KS ഡേവിഡ് മരിച്ചുപോയി, മാത്യു വലിയൂരും മരിച്ചുപോയി. പക്ഷേ അതിനേക്കാളും വിദഗ്ധരായ എത്രയോ ആളുകൾ ഇവിടെ ഉണ്ട്. ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ സനൽകുമാർ കാണുന്നത് നല്ലതായിരിക്കും. ഇപ്പോഴാണെങ്കിൽ പണ്ടുള്ളവർ പറഞ്ഞാൽ ഇപ്പോഴാണെങ്കിൽ നടത്തിക്കൊണ്ടുപോകാം, കുറച്ചുകൂടെ കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും സനൽകുമാറെ. എന്തായാലും പോലീസ് കള്ളക്കേസെടുത്താണ് മഞ്ജു ഈ പറയുന്ന എന്താ പറയുക ലേഡി സൂപ്പർ സ്റ്റാറിൻ്റെ പേര് കള്ള ഒപ്പിട്ടതാണെന്നൊക്കെ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ കൊള്ളാം. വരും ദിവസങ്ങൾ സനൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം
ബുദ്ധിമുട്ടാവാനാണ് സാധ്യത എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു നല്ല ചെറുപ്പക്കാരൻ, നല്ല സിനിമകൾ, സമാന്തര സിനിമയുടെ വക്താവായി ഇപ്പോൾ അടൂർ സാറും ഷാജിൻ കരുണും ഒക്കെ TV ചന്ദ്രനും ഒക്കെ പ്രായാധിക്യമായതുകൊണ്ട് പുതിയ തലമുറയിൽ നിന്ന് ഒരു നല്ല സംവിധായകനെ കിട്ടുമെന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കടലിക്കായെങ്കിലേക്ക് ഇതുപോലെയായി ഒരു അഭിനയിക്കാമെന്ന നടി ഒന്ന് ചിരിച്ചാൽ അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളായി സംസാരിച്ചാൽ ഉടനെ അതിനെ പ്രണയമാക്കി മാറ്റി ഇനി എവളുമായിട്ട് സുഖിച്ച് ജീവിച്ചു കളയാന്നൊക്കെ വിചാരിച്ചതിൽ പറ്റിയൊരു കുഴപ്പമാണ് ആ ചെറുപ്പക്കാരന്. എന്തായാലും കഷ്ടമായിപ്പോയി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയും തിരുത്താൻ സമയമുണ്ട് സൽകുമാറെ. അമേരിക്കയിലല്ലേ, നല്ല ഏതെങ്കിലും സൈക്കാട്രിസ്റ്റുകളെ കണ്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പഠിക്കും, എന്നിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്ത് വീണ്ടും നല്ല ചെറുപ്പക്കാരനായി എന്താ പറയുക നല്ല നല്ല സിനിമകൾ എടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സൽകുമാറിന് നല്ല ബുദ്ധി കിട്ടട്ടെ, നല്ല ബുദ്ധിപരമായി ചിന്തിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.